ആനച്ചമയങ്ങളുടെ വിസ്മയ ലോകം സമ്മാനിക്കുന്ന തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ തൃശൂർ പൂരച്ചമയ പ്രദർശനത്തിന് തുടക്കമായി. ഷൊർണൂർ റോഡിലുള്ള കൗസ്തുഭം ഓഡിറ്റോറിയത്തിലാണ് തിരുവമ്പാടിയുടെ ചമയ പ്രദർശനം. പാറമേക്കാവ് ക്ഷേത്രം അഗ്രശാലയിലാണ് പാറമേക്കാവിന്റെ ചമയ പ്രദർശനം. അതേസമയം തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് രാത്രി 7-ന് നടക്കും. വിവരങ്ങളുമായി ശരത്തുണ്ട്. ശരത്തെ, എന്തായാലും കുറെ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ മാറിയിരിക്കുന്നു. പൂരപ്രേമികളൊക്കെ കാത്തിരുന്നത് പോലെ തന്നെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് രാത്രി 7 മണിയോട് കൂടി തന്നെ നടക്കും. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമുക്കറിയാം, എല്ലാ വർഷവും ഓരോ സസ്പെൻസ് ഉണ്ടാകും ഈ സാമ്പിൾ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടിയും പാറമേക്കാവും. അത്തരത്തിൽ എന്തൊക്കെ സസ്പെൻസ് ആണ് ഈ വർഷവും ഉള്ളത്? എങ്ങനെയൊക്കെയാണ് ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുള്ളത്? ശരത്ത്. ഭദ്ര, പൂരം കൊടിയേറുന്നതിന് മുമ്പ് തന്നെ ഇത്തവണ എല്ലാ തരത്തിലുള്ള ആശങ്കകളും പരിഹരിക്കാൻ സാധിച്ചു എന്നതാണ് ഇത്തവണത്തെ പൂരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. കഴിഞ്ഞ ഒക്ടോബറിലാണ് പെസോ നിയമ ഭേദഗതിയിലൂടെ ഇത്തവണത്തെ പൂരം വെടിക്കെട്ട് വലിയ പ്രതിസന്ധിയിലാകും എന്നൊരു ആശങ്കയുണ്ടായിരുന്നത്. എന്നാൽ അതിനെല്ലാം വളരെ കൃത്യമായി തന്നെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി പരിഹാരം കണ്ടെത്താൻ സർക്കാരിനും ദേവസ്വം ബോർഡിനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പൂരം സാമ്പിൾ വെടിക്കെട്ടും പൂരം വെടിക്കെട്ടും അതിഗംഭീരമാകും എന്ന കാര്യത്തിന് തർക്കമില്ല. കഴിഞ്ഞ 3-4 മാസമായിട്ട് ഇരു വിഭാഗങ്ങളും, പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങൾ തങ്ങൾക്ക് വേണ്ട, തങ്ങളുടെ എക്സ്ക്ലൂസീവായിട്ടുള്ള അല്ലെങ്കിൽ തങ്ങൾക്ക് വൈവിധ്യമുള്ള തങ്ങളുടേതായ വെടിമരുന്നുകൾ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. അതിൻ്റെ പൂർത്തീകരണമാണ് ഇന്ന് വൈകിട്ട് 7 മണിയോട് കൂടി നടക്കുന്നത്. ആദ്യം തിരുവമ്പാടി വിഭാഗത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടാണ് നടക്കുക. നമ്മളിപ്പോൾ കാണുന്നത് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ഈ വെടിക്കെട്ടിനോടനുബന്ധിച്ച് നടക്കുന്ന കൂട്ടപ്പൊരിച്ചിൽ നടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ നമുക്കറിയാം, ഇപ്പോൾ ഏതാണ്ട് എല്ലാ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അന്തിമഘട്ടത്തിലുള്ള ചില വിലയിരുത്തലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ വന്ന് അല്പം സമയം മുമ്പ് വന്ന് അവിടെ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമായിരിക്കും പാറമേക്കാവ് വിഭാഗത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് നടക്കുക. ഈ തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി മുണ്ടത്തിക്കോട് സതീഷനും പാറമേക്കാവ് വിഭാഗത്തിന് വേണ്ടി ബിനോയുമാണ് ഇത്തവണത്തെ വെടിക്കെട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും ഒരുവിധ ആശങ്കകളുമില്ലാതെ ഇത്തവണത്തെ സാമ്പിൾ വെടിക്കെട്ടും പൂരം വെടിക്കെട്ടും ഗംഭീരമായി നടക്കുമെന്ന് തന്നെ അറിയാം. രാവിലെയാണ് ചമയ പ്രദർശനം ആരംഭിച്ചത്. രാവിലെ ആദ്യം പാറമേക്കാവും ശേഷം തിരുവമ്പാടിയിലുമാണ് ചമയ പ്രദർശനങ്ങൾ ആരംഭിച്ചത്. പാറമേക്കാവിൻ്റെ അഗ്രശാലയിലും തിരുവമ്പാടിയുടെ കൗസ്തുഭം ഓഡിറ്റോറിയത്തിലുമാണ് ചമയ പ്രദർശനം ആരംഭിച്ചിട്ടുള്ളത്. നാളെ രാത്രി വരെ ചമയ പ്രദർശനം നിലനിൽക്കും. എന്തായാലും ഇത്തവണത്തെ പൂരത്തെ വരവേൽക്കാൻ വേണ്ടി തൃശ്ശൂരിലുള്ള എല്ലാവരും, അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ പൂരപ്രേമികളും എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഈ വരുന്ന വഴികളിലെല്ലാം തന്നെ വലിയ ആൾക്കൂട്ടമുണ്ട്. മണിക്കൂറുകൾ മുമ്പ് തന്നെ, അതായത് നാടും നഗരവും പൂരത്തെ സ്വീകരിക്കാൻ ഏതാണ്ട് പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഭദ്ര, തീർച്ചയായും ശരത്ത്, എന്തായാലും തൃശ്ശൂർ നഗരി അങ്ങനെ പൂരാവേശത്തിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം, അതായത് 7 മണിയോടുകൂടി സാമ്പിൾ വെടിക്കെട്ട് നടക്കും. നിരവധി ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അവസാനം പൂരപ്രേമികളൊക്കെ കാത്തിരുന്നത് പോലെ തന്നെ ആ സുലഭ നിമിഷത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം തിരുവമ്പാടി ദേശത്തിൻ്റെതും അതിനുശേഷം പാറമേക്കാവ് വിഭാഗത്തിൻ്റെതുമായിരിക്കും വെടിക്കെട്ട് നടക്കുക. ഒപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് ആനച്ചമയങ്ങളുടെ വിസ്മയ ലോകം സമ്മാനിക്കുന്ന പൂരപ്രദർശനം നടക്കുന്നുണ്ട്. ശരത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.